നമ്മുടെ മലയാള സിനിമയിൽ ഈ വർഷം 2024 ഒരുപാട് ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമകളാണ് റിലീസിനായി തയ്യാറെടുക്കുന്നത്. അത്തരത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കാനായി തിയേറ്ററുകളിൽ വരാൻ പോകുന്ന ബിഗ് ബജറ്റ് വമ്പൻ സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തേത് ബറോസ് എന്ന ചിത്രമാണ്. മോഹൻലാൽ നായകനായും സംവിധായകനായും എത്തുന്ന ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമയാണ് ബറോസ്. ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിന് പുറമെ ഗുരു സോമസുന്ദരം, കോമൾ ശർമ്മ തുടങ്ങിയവരും മറ്റു വിദേശ നടീനടന്മാരുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റിലാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെന്നാണ് ആന്റണി പെരുമ്പാവൂർ നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. മാത്രമല്ല ഏകദേശം 10 ഭാഷകളിലായി ഒരേ സമയം ഇന്റർനാഷണൽ ലെവലിലായിരിക്കും ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുക. സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ഈ സിനിമ 3Dയിലായിരിക്കും റിലീസിനെത്തുക. ബറോസ് ഗാർഡിയൻ ഓഫ് ഡീഗോമസ് ട്രെഷർ എന്ന ജിജോ പൊനൂസിന്റെ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. മോഹൻലാലിന്റെ വർഷങ്ങളുടെ പരിചയ സമ്പത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമ തിയേറ്ററുകളിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമയായി മാറും ബറോസ്. ഈ വർഷം മാർച്ച് 28 അല്ലെങ്കിൽ മെയ് മാസത്തിലോ ആയിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക. അടുത്തത് ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസിനെ നായകനാക്കി പുറത്തിറങ്ങാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ്, അഥവാ ARM. ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഐശ്വര്യ ലക്ഷ്മി, കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി തുടങ്ങിയവരാണ് ടൊവിനോ തോമസിന്റെ നായികമാർ. ബേസിൽ ജോസഫ്, ഹരീഷ് പേരടി, രോഹിണി, ജഗദീഷ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ടൊവിനോ തോമസ് ആദ്യമായി ട്രിപ്പിൾ റോളിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മണിയൻ, അജയൻ, കുഞ്ഞിക്കേളു എന്നീ 3 വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ടൊവിനോ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. 5 ഭാഷകളിലായിട്ടായിരിക്കും ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുക. മാജിക് ഫ്രെയിംസ്, UGM എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫനും ഡോക്ടർ സക്കറിയ തോമസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. തീർത്തും 3Dയിൽ റിലീസിനെത്തുന്ന ഈ സിനിമ ഏകദേശം 40 കോടി ബജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷ്വൽ ട്രീറ്റ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. 5 ഭാഷകളിലായിട്ടായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക. വരുന്ന മെയ് മാസം 24 സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കാര്യം ഒഫീഷ്യലായി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അടുത്തത് റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ ജയസൂര്യ നായകനായി എത്തുന്ന കത്തനാർ എന്ന ചിത്രമാണ്. ഹോം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന് ശേഷം റോജിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകത കൂടി കത്തനാർക്കുണ്ട്. പീരിയോഡിക്കൽ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കടമറ്റത്തെ കത്തനാർ എന്ന വേഷത്തിലായിരിക്കും ജയസൂര്യ സിനിമയിലെത്തുക. കളിയങ്കാട്ട് നീലി എന്ന രക്തരക്ഷസായി എത്തുന്നത് അനുഷ്ക ഷെട്ടിയാണ്. വിനീതും ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. നിലവിൽ സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം പൂർത്തിയായി വരികയാണ്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഏകദേശം 70 കോടി ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ സിനിമ 3Dയിലായിരിക്കും റിലീസ് ചെയ്യുക. 2 ഭാഗങ്ങളിലായി റിലീസിനെത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം വരുന്ന ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി ഭാഷകളിലും കൂടാതെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, കൊറിയൻ, ജാപ്പനീസ്, ഇന്തോനേഷ്യൻ ഭാഷകളിലും റിലീസിനെത്തുന്നതാണ്. ഒരുപാട് നാളുകളായി ഹിറ്റോ സൂപ്പർ ഹിറ്റോ സിനിമകളില്ലാത്ത ജയസൂര്യയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ചിത്രം കൂടിയാണ് കത്തനാർ. അടുത്തത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായ L2 എമ്പുരാൻ എന്ന സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാരൻ, സായ് കുമാർ, ഷൈൻ ടോം ചാക്കോ, അർജുൻ ദാസ്, രാഹുൽ മാധവൻ, ബൈജു സന്തോഷ് തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഏകദേശം 60 കോടി ചിലവ് വരുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ചേർന്നാണ്. നിലവിൽ ചിത്രീകരണത്തിന്റെ 2 ഷെഡ്യൂൾ പൂർത്തിയാക്കിയ എമ്പുരാന്റെ 3ാം ഷെഡ്യൂൾ ഉടൻ തന്നെ അമേരിക്കയിൽ വെച്ച് ആരംഭിക്കുന്നതാണ്. കൂടാതെ സ്വിറ്റ്സർലാൻഡ്, റഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ വെച്ചും കേരളത്തിൽ ഇടുക്കിയിലും കൊച്ചിയിലും വെച്ചായിരിക്കും സിനിമയുടെ മറ്റു ഭാഗങ്ങൾ ചിത്രീകരിക്കുക. ഉടൻ തന്നെ ചിത്രീകരണം പൂർത്തിയാക്കി ഈ വർഷം അവസാനത്തോടെ റിലീസിനെത്തുന്ന ഈ സിനിമ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും റിലീസിനെത്തുന്നതാണ്. അടുത്തത് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി പുറത്തിറങ്ങാനിരിക്കുന്ന ആടുജീവിതം എന്ന സിനിമയാണ്. സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് നിർമ്മിക്കുന്നത്. പൃഥ്വിരാജിന് പുറമെ ജിമ്മി ജീനും അമല പോളും മറ്റ് അറബിക് താരങ്ങളുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 4 വർഷമെടുത്താണ് ബ്ലസ്സി ഈ സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കിയത്. 2018 അവസാനത്തോടെയായിരുന്നു സിനിമയുടെ വിദേശ ചിത്രീകരണം ആരംഭിച്ചിരുന്നത്. എന്നാൽ കോവിഡ് പാൻഡമിക് കാരണം ബ്ലസ്സിയും സംഘവും വിദേശത്ത് കുടുങ്ങിക്കടന്ന വാർത്ത ഒരുപാട് ചർച്ചാ വിഷയമായിരുന്നു. മാത്രമല്ല പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സിനിമയിലെ നജീബ് എന്ന കഥാപാത്രത്തിന് വേണ്ടി പൃഥ്വിരാജ് തന്റെ ജീവൻ പോലും പണയം വെച്ച് അപകടകരമായ രീതിയിൽ ശരീരഭാരം വളരെയധികം കുറച്ചിരുന്നു. ജോർദാനിലും സൗദി അറേബ്യയിലും വെച്ചാണ് ചിത്രത്തിന്റെ ഏറെ ഭാഗവും ചിത്രീകരിച്ചത്. വിദേശത്തേക്ക് ജോലിക്ക് പോയ മലയാളിയായ നജീബ് എന്ന കഥാപാത്രം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ പറയുന്നത്.
ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. മാർച്ച് മാസം സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് വൈശാഖിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന ടർബോ എന്ന ചിത്രമാണ്. മാസ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം കന്നഡ നടൻ രാജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മെഗാസ്റ്റാറിന്റെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ നിർമ്മാണം കൂടിയാണ് ഈ സിനിമ. 2019 പുറത്തിറങ്ങിയ മധുരരാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഈ സിനിമക്കുണ്ട്. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്ത മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് നിർവഹിച്ചിരിക്കുന്നത്. ഏകദേശം 70 കോടി ബജറ്റ് കണക്കാക്കുന്ന ആദ്യ മമ്മൂട്ടി കമ്പനിയുടെ ബിഗ് ബജറ്റ് സിനിമ കൂടിയാണ് ടർബോ ജോസ് എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ഈ സിനിമയിൽ എത്തുന്നത്. 2023 തന്നെ മമ്മൂട്ടി ഈ സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തിരുന്നു. ഏകദേശം 100 ദിവസമാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി കണക്കാക്കുന്നത്. സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം പൂർത്തിയാക്കി വരികയാണ്. ഈ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ്. വിയറ്റ്നാം ഫൈറ്റേഴ്സ് കൊറിയോഗ്രാഫ് ചെയ്യുന്ന ആദ്യ മലയാള സിനിമ കൂടിയാണിത്. ഈ വർഷം മെയ് മാസത്തോടു കൂടിയായിരിക്കും സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ തിയേറ്ററുകളിൽ എത്തുക. അടുത്തത് നന്ദകിഷോർ സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങാനിരിക്കുന്ന ഋഷഭ എന്ന പാൻ ഇന്ത്യൻ സിനിമയാണ്. ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിന് പുറമെ ഷാനിയ കപൂർ, റോഷൻ മേക്ക, ശ്രീകാന്ത്, സിമ്രാൻ, രാഗിണി ദ്വിവേദി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അതായത് 2023 ജൂലൈയിലായിരുന്നു ഈ സിനിമയുടെ അനൗൺസ്മെന്റ് ഒഫീഷ്യലായി നടന്നിരുന്നത്. ഏകദേശം 50 കോടി ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസിനെത്തുന്നതാണ്. മൈസൂരിലും ലണ്ടനിലും വെച്ചാണ് ചിത്രത്തിന്റെ ഏറിയ ഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. VFXന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമ കൂടിയാണിത്. മലയാളത്തിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ സിനിമ ഈ വർഷം ജൂൺ മാസത്തോടെയായിരിക്കും പാൻ ഇന്ത്യ ലെവൽ റിലീസിനായി തിയേറ്ററുകളിൽ എത്തുക. അടുത്തത് കറാച്ചി 81 എന്ന സിനിമയാണ്. KS ബാവ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജും ടൊവിനോ തോമസുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിൽ നടന്ന ഒരു ചാരദൗത്യത്തിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഈ സിനിമയിൽ ടൊവിനോ തോമസ് ആർമി ഓഫീസറായും പൃഥ്വിരാജ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായും ഒപ്പം റോ ഏജന്റായുമാണ് ഈ സിനിമയിൽ എത്തുന്നത്. ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നേരത്തെ തന്നെ കഴിഞ്ഞെങ്കിലും സിനിമയുടെ മറ്റു വർക്കുകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എന്നാൽ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. സിനിമയുടെ ലൊക്കേഷൻ ഹണ്ടും മറ്റു പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും ബാവയും സംഘവും ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ അമേരിക്കയിൽ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന എമ്പുരാന്റെ 3ാം ഘട്ട ഷൂട്ടിങ്ങിന് ശേഷം പൃഥ്വിരാജ് ഈ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ പാൻ ഇന്ത്യൻ ചിത്രം മലയാളത്തിന് പുറമെ നിരവധി ഭാഷകളിൽ റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് എമ്പുരാൻ ശേഷം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ടൈസൺ എന്ന ചിത്രമാണ്. പൃഥ്വിരാജ് തന്നെയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൂടാതെ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും പ്രമുഖ താരങ്ങളും ഈ ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമയിൽ അണിനിരക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. മുരളി ഗോപിയാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ റിലീസിനെത്തുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സിനിമകൾ. ഇത്തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റു സിനിമകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.